അരുംകൊലയുടെ തുടർക്കഥയുമായി കേരളം മുന്നേറുകയാണ്. ഇതൊരു ഗുണ്ടാരാജായി മാറിയിട്ട് ഏറെ കാലമായി. രണ്ടാം ഭരണം കിട്ടിയപ്പോൾ തന്നെ നാം എല്ലാം പ്രതീക്ഷിച്ചതാണ് കേരളം ഒരു ഗുണ്ടാരാജായി മാറുമെന്ന്. അപ്പോൾ അങ്ങനെ മാറി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട്. അതായത് ആ ഇലക്ഷൻ മാനിഫെസ്റ്റോ, ആദ്യ പിണറായി ഗവൺമെന്റിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ നിങ്ങൾ എടുത്തു നോക്കുക. മദ്യം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരും എന്ന് തന്നെയാണ് ആ മാനിഫെസ്റ്റോയിൽ ഉള്ളത്. അങ്ങനെ ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ ഭരണകൂടം ആദ്യ ഭരണകാലത്ത് തന്നെ മദ്യത്തിന്റെ ഔട്ട്ലെറ്റ്സ്, വിൽപ്പനശാലകൾ ഒരുപാട് വർദ്ധിപ്പിച്ചു, എത്രയോ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. രണ്ടാമത്തെ ഭരണകാലത്തും അത് തന്നെയാണ് തുടർന്ന് കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടു ഈ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നവർ ഗൂഗിൾ പേ വഴി പോലീസിനെ സ്വാധീനിക്കുമെന്ന്. കാരണം ഞങ്ങൾ ഇന്നടത്തിരുന്ന് മയക്കുമരുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നു, ഞങ്ങളെ പിടിക്കാൻ പറഞ്ഞ ആരെങ്കിലും നിങ്ങളെ പ്രേരിപ്പിച്ചാൽ ഇങ്ങോട്ട് വരണ്ട, ഇതാ നിങ്ങൾക്കുള്ള പാരിതോഷികം എന്ന രീതിയിൽ ഗൂഗിൾ പേ വഴിയായിട്ട് ഇവർ പേയ്മെന്റ് നടത്തുന്നു പോലീസിന്. അപ്പോൾ തെളിവ് വിശേഷിപ്പിക്കാതെ പോലീസിനെ രക്ഷയിലാക്കി നിർത്തുക. എന്നിട്ട് ഇവര് സാഗൂതം ഇഷ്ടം പോലെ അവരാഗ്രഹിക്കുന്ന തരത്തില് മയക്കുമരുന്നും ഒക്കെ ആയിട്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുക, കൊലപാതകങ്ങൾ നടത്തുക, അതുപോലെ എന്താ പറയുക, മോഷണങ്ങൾ പരമ്പരകൾ നടത്തുക, ഇങ്ങനെ പോവുകയാണ്. അതായത് ഒരു ചങ്ങലയുടെ വിവിധ കണ്ണികളായിട്ട് ഈ തിന്മകളെല്ലാം ഒന്നിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് കേരളത്തിലെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കാനുണ്ടായ കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെയുള്ള പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായി ഗവൺമെന്റ് കാണുന്നത് മദ്യവിൽപ്പനയാണ്. അങ്ങനെ അതായത് മദ്യവിൽപ്പനയാണെന്നുള്ളത് സത്യമാണ്. അതായത് ഗവൺമെന്റ് കാണുന്നത് മാത്രം യാഥാർത്ഥ്യവുമാണ്. അതായത് കേരളത്തിന്റെ തനതു വരുമാനത്തിന്റെ എന്ന് വെച്ചാൽ സംസ്ഥാനത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന ഇതുവരെയും GSTയിൽ ചേക്കേറാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സോഴ്സാണ് മദ്യവിൽപ്പന എന്ന് പറയുന്നത്. അതായത് ഏകദേശം 25 മുതൽ 30% തനതു വരുമാനത്തിന്റെ 25-നും 30-നും ഇടയ്ക്ക്, ചില വർഷങ്ങളിൽ അത് 30-ന് മുകളിലും പോകും, ഭാഗം കിട്ടുന്നത് മദ്യത്തിന്റെ വിൽപ്പനയിൽ നിന്നാണ്. അതുപോലെ തന്നെ വലിയ ധനപ്രതിസന്ധി ഉണ്ടാകുന്ന അവസരങ്ങളിലൊക്കെ ബെഫ്കോയിൽ നിന്നാണ് പെട്ടെന്ന് വായ്പയെടുത്ത് ഗവൺമെന്റ് തടി രക്ഷിക്കുന്നത് എന്നത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പൊ ബെഫ്കോയ്ക്ക് ഉള്ള പ്രാധാന്യം, മദ്യവിൽപ്പനയ്ക്കുള്ള പ്രാധാന്യം അതീവ എന്താ പറയുക, താരതമ്യമില്ലാത്തതാണ് കേരളത്തിൽ. അങ്ങനെ താരതമ്യമില്ലാത്ത, അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ വർഷങ്ങളിലും ഈ ഇതിന്റെ നികുതി വരുമാനം ഒരു പ്രധാനപ്പെട്ട, അതായത് മദ്യം ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആകുന്നത്, അതിന്റെ നികുതി വർദ്ധിപ്പിച്ച് ധാരാളം പേരെ ലഭ്യത കൂട്ടുമ്പോഴേക്കും ഒരുപാട് പേര് അതിലേക്ക് വന്ന് ഈയാം പാറ്റകളെ പോലെ മദ്യ സേവകരായി മാറുന്നു. പിന്നെ നികുതി കൂട്ടുന്നു. അപ്പൊ ഈ രണ്ട് തരത്തിലും, കൂടുതൽ മദ്യപാനം, ഉയർന്ന നികുതിയിൽ കൂടുതൽ മദ്യപാനം, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നല്ല വരുമാന സോഴ്സായിട്ട് മദ്യം മാറുന്നു. അങ്ങനെ മദ്യം സൗകര്യമായിട്ട് ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ കൈകാര്യം ചെയ്യാനാകുന്ന ഒരു നാട് ഇന്ത്യയിൽ ഒരുപക്ഷെ കേരളമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാട്. പിന്നെ അതോടൊപ്പം തന്നെയാണ് ഈ മദ്യത്തിന്റെ വില വലിയ തോതിൽ ഉയർന്നപ്പോൾ മദ്യം കഴിച്ച് ലഹരി പിടിക്കുക അത്ര എളുപ്പമല്ല. അതിനുവേണ്ടി ഒരുപാട് പണം ചെലവഴിക്കണം. പക്ഷെ അതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ മയക്കുമരുന്ന് കൊണ്ട് ലഹരിയിലാകാം. അങ്ങനെയാണ് മയക്കുമരുന്നിലേക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ആ മയക്കുമരുന്നിന്റെ വരവിന് ആക്കം കൂട്ടുന്ന ഒരുപാട് പ്രധാന ഘടകങ്ങളും കേരളത്തിൽ തന്നെ ഉദയം ചെയ്യുന്നു. എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ? ഒന്ന്, അന്യസംസ്ഥാന തൊഴിലാളികൾ. അതായത് കേരളത്തിലുള്ളവർ മെയ് അനങ്ങി തൊഴിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ല. അവര് ഇങ്ങനെ മദ്യം കഴിച്ചും മയക്കുമരുന്ന് കഴിച്ചുമൊക്കെ സുഖലോലുപതയിൽ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഓർക്കണം, ഗൾഫിലൊക്കെ പ്രവാസത്തിലിരുന്ന് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് അയക്കുന്ന പണം അവരുടെ മക്കളും മറ്റു കുടുംബത്തിലെ അംഗങ്ങളും സഹോദരങ്ങളും ഒക്കെ ആവട്ടെ, ഒക്കെ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ പണം അവർ കഷ്ടപ്പെട്ട് പ്രവാസത്തിൽ നിന്ന് അയക്കുന്ന പണം ഉപയോഗിച്ച്
മയക്കുമരുന്നും മദ്യവും ഒക്കെ കഴിച്ച് സുഖലോലുപതയിൽ കഴിയുന്ന അവരുടെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇവിടെയുള്ളവർക്കോ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആകർഷിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ PTA സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ PTA വളരെ പ്രബലമായിരുന്നു. ഇത്തരം പ്രവണതകൾ ഉണ്ടായാൽ ആ പ്രവണതയെ മുളയിലെ നുള്ളിക്കളയത്തക്ക രീതിയിൽ അവർ രംഗത്ത് വരുമായിരുന്നു. പക്ഷെ ഇപ്പോ PTA-യും ആ കാര്യത്തിലൊക്കെ വളരെ അലസഭാവമാണ് കൈക്കൊള്ളുന്നത് എന്ന് വേണം ഈ വളർച്ചയിൽ നിന്ന്, ഈ ഗുണ്ടാരാജിന്റെ വളർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് ഇവർക്ക് ചേരുന്ന ഒരവസ്ഥ, അതായത് മദ്യത്തിന്റെ വില ഒത്തിരി കൂടുതലാണ്. അപ്പൊ പുഷേഴ്സ്, അതായത് ഈ ലഹരിയുടെ പുഷേഴ്സ് ഇങ്ങനെ കുട്ടികളെ, വിദ്യാർത്ഥികളെയും മറ്റു യുവാക്കളെയും ഒക്കെ തേടി നടക്കുകയാണ്. എവിടെ വെച്ചാണ് ഇതിന്റെ ഒരു തരി അവരിൽ എത്തിക്കുക? അങ്ങനെ പല പ്രാവശ്യം എത്തിച്ചു കഴിയുമ്പോഴത്തേക്കും അവരതിന്റെ അടിമയാകും. പിന്നെ അവരാരെയും കൊന്നും കൊല വിളിച്ചും പണം ഉണ്ടാക്കും ഇതിനു വേണ്ടിയിട്ട്. അതറിയാവുന്ന ലഹരി മാഫിയ ആ ലഹരിയുടെ വ്യാപനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ തന്ത്രങ്ങളും ആവിഷ്കരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ ചുറ്റുവട്ടത്ത് നിങ്ങൾ നോക്കിയാൽ ഈ പുഷേഴ്സ് ആളെ വലയിട്ട് പിടിക്കാൻ വേണ്ടി നടക്കുന്നത് എന്തെല്ലാം തന്ത്രങ്ങളാണ്. അവർ മുട്ടായി ആക്കി പോലും ഇത് കൊണ്ടുവന്ന് കുട്ടികളെ സ്വാധീനിച്ച് വിൽപ്പന നടത്തും. അങ്ങനെ കുട്ടികൾ ഈ മുട്ടായി കഴിച്ചാൽ അധികം താമസിക്കുന്നതിന് മുമ്പ് അഡിക്റ്റ് ആകും. അങ്ങനെ അവർ മയക്കുമരുന്നിലേക്ക് പോകും. ഈ തരത്തിലുള്ള ഒരവസ്ഥ ഈ കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്രയും ഉണ്ട്. ചില വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത്ര രൂക്ഷമാണോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പൊ ഞാനിതൊക്കെ പറയണ ഈ അരിങ്കലയുടെ ചുരുളഴിക്കാൻ വേണ്ടിയല്ല. ഈ അരിങ്കല ഇതുവരെ മദ്യത്തിന്റെ ഇത് പറയുന്നുണ്ടെങ്കിലും ലഹരി മരുന്നിനെ പറ്റി ഇതുവരെ കണ്ടെത്തലുകളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ കണ്ടെത്തലുകൾ നടത്തി പുറത്തു വന്നെന്നിരിക്കും താമസിയാതെ തന്നെ. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അരിങ്കൊലയെ പറ്റി എനിക്ക് സൂചിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കുടുംബാന്തരീക്ഷം എത്ര മലീമസമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഒരു സാമ്പത്തിക ശാസ്ത്രത്തില് കുടുംബത്തെ പറ്റി പഠിച്ചതിന്, അതായത് എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി, കുടുംബത്തെ പറ്റിയുള്ള ഒരു പഠനം എന്ന ഗ്രന്ഥത്തിനാണ് 1991 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത്. കിട്ടിയ അദ്ദേഹം ഗാരി എസ് ബെക്കർ. ഞാൻ ഇതിനു മുൻപും ഈ ഇതുപോലെ വീഡിയോയിലൂടെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബെക്കറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ബെക്കറിന് നൊബേൽ പ്രൈസ് കിട്ടിയത് കുടുംബത്തെ പറ്റിയുള്ള പഠനത്തിനാണ്. എന്ന് വെച്ചാൽ നോബൽ കമ്മിറ്റി, ഏറ്റവും ഉയർന്ന പ്രൈസ് കൊടുക്കുന്ന കമ്മിറ്റിയാണ് നോബൽ കമ്മിറ്റി. നോബൽ കമ്മിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കുടുംബത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ആ കുടുംബത്തെ പറ്റിയുള്ള പഠനത്തിന് നോബൽ പ്രൈസ് കൊടുത്തത്. അപ്പൊ എന്താണ് ഗാരി എസ് ബെക്കർ കുടുംബത്തെ പറ്റി നമ്മളോട് പറയുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം നൊബേൽ പ്രൈസിന് അർഹനായത്? അദ്ദേഹം പറയുന്നു, കുടുംബം എന്ന് പറയുന്നത് ഒരു സംരംഭം പോലെയാണ്. സ്ത്രീയും പുരുഷനും ദീർഘകാലത്തേക്ക് ഒരു കോൺട്രാക്റ്റിൽ എത്തിച്ചേരുന്നു. അതാണ് വിവാഹം എന്ന് പറയുന്നത്. ദീർഘകാല കോൺട്രാക്റ്റ്, കഴിവതും മരണം വരെയുള്ള കോൺട്രാക്റ്റ്. ആ മരണം വരെയുള്ള കോൺട്രാക്റ്റിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് ഒരു കോൺട്രാക്റ്റ്? അത് പറഞ്ഞല്ലോ, ഒരു സംരംഭമാണ് എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കുടുംബം എന്ന സംരംഭം, ഏതൊരു സംരംഭത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്യന്തിക ലക്ഷ്യം ഏറ്റവും ഉത്തമമായ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുക, ആ ഉൽപ്പന്നത്തെ ബഹുജനങ്ങളിലേക്ക് എന്ന് വെച്ചാൽ ഏറ്റവും സ്വീകാര്യമായ രീതിയിൽ അതിൻ്റെ വിപണനം നടത്തുക. അപ്പൊ കുടുംബം എന്ന ഈ സംരംഭം എന്ത് ഉൽപ്പന്നമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നമാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ ബെക്കർ പറയുകയാണ്, ഈ കുഞ്ഞുങ്ങളെ ആദ്യം പ്രഗ്നൻസിയുടെ ആദ്യ ദിവസം, ആദ്യ മിനിറ്റ് മുതൽ അമ്മ 10 മാസം കൊണ്ടു നടക്കുന്നു. ആ 10 മാസം കൊണ്ട് എല്ലാവർക്കും അറിയാം, നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, അവരുടെ ശരീരത്തിൻ്റെ, അവരുടെ പ്രവർത്തനത്തിൻ്റെ എല്ലാം, അവരുടെ സ്വഭാവത്തിൻ്റെ എല്ലാം മാറ്റം ഈ 10 മാസം. ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. പ്രസവിച്ചു കഴിഞ്ഞാലോ, അപ്പോൾ ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഗർഭാവസ്ഥയിലിരിക്കുമ്പോഴും അച്ഛന് ആ അമ്മയ്ക്കും ആ ഉദരത്തിലെ കുഞ്ഞിനും സന്തോഷവും സമാധാനവും
തൃപ്തിയും ആരോഗ്യവും കൊടുക്കത്തക്ക രീതിയിലുള്ള പോഷക സമൃദ്ധമായ ആഹാരം, സന്തോഷ സമൃദ്ധമായ പശ്ചാത്തലം, ഇതെല്ലാം സൃഷ്ടിച്ചു കൊടുക്കേണ്ടതാണ് കുടുംബവും ഭർത്താവും ചേർന്ന ആ ഒരു പരിസ്ഥിതി. അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് 5 വയസ്സ് വരെ അച്ഛനും അമ്മയും കൂടി ആ കുഞ്ഞിനെ അപ്പോഴും അമ്മയുടെ താലോലത്തിലാണ്. അമ്മയാണ് കൂടുതൽ കുട്ടിയെ ശ്രദ്ധിക്കേണ്ടി വരിക. അപ്പം നമുക്കറിയാം, ഭൂമിയോളം ക്ഷമയുള്ള സ്ത്രീയെ സർവം സഹയായ ഭൂമി എന്ന് പറയുന്നത് പോലെ സർവം സഹയായ സ്ത്രീയെ എന്നൊക്കെ പറയുന്ന ആ ബഹുവചനങ്ങൾ ഈ സ്ത്രീക്ക് വേണ്ടി പറയുന്നത് പ്രധാനമായിട്ടും അമ്മ എന്ന റോളിലുള്ള അവളുടെ ആ ദൗത്യം നിർവഹിക്കുന്നതിനാണ്. അങ്ങനെ അമ്മ കുഞ്ഞിനെ തോളോട് ചേർത്ത് മുലയൂട്ടി അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ കുഞ്ഞിൻ്റെ അറിഞ്ഞ് വളരെ നന്നായി അതിനെ വളർത്തിക്കൊണ്ടുവരണം. ഇത് ബക്കർ പറയുന്നതാണ്. എല്ലാ കുടുംബങ്ങളും അങ്ങനെ ചെയ്യുന്നു എന്നല്ല, എല്ലാ കുടുംബങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ സ്വഭാവ രൂപവൽക്കരണം അച്ഛനും അമ്മയും കൂടി ആദ്യ 5 വർഷം കൊണ്ട് കുട്ടിയുടെ സ്വഭാവ രൂപവൽക്കരണം നടത്തുന്നു. ഈ സ്വഭാവ രൂപവൽക്കരണത്തിന്റെ കാലത്ത് തന്നെ അധ്വാനത്തെപ്പറ്റി, വിജ്ഞാനത്തെപ്പറ്റി, സൽസ്വഭാവത്തെപ്പറ്റി, മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടണം എന്നതിനെ പറ്റിയൊക്കെ നമ്മുടെ ജീവിതചര്യ കൊണ്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഒരു നല്ല മാതാപിതാക്കൾക്ക് ഒരിക്കലും നശിച്ച കുട്ടി ഉണ്ടാവുകയില്ല. നല്ല മാതാപിതാക്കളുടെ മാതൃക അത് ഈ 5 വർഷം കൊണ്ട് കൊടുക്കേണ്ടതാണ്. അവൻ്റെ ഉള്ളിൽ അത് ഇൻകൾക്കേറ്റ് ചെയ്യുകയാണ്, അത് വേര് പിടിപ്പിക്കുകയാണ്. ഈ വികാരങ്ങളൊക്കെ, ഈ നന്മയിലേക്കുള്ള ഓരോ സ്റ്റെപ്പും അവൻ്റെ ഉള്ളിൽ വേര് പിടിച്ച് വളരുകയാണ് അവൻ വളരുന്നതോടൊപ്പം. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക്, പിന്നെ 5 വയസ്സ് കഴിയുമ്പോഴത്തേനും അവൻ വിദ്യാഭ്യാസത്തിനായിട്ട് ഇറങ്ങുന്നു. അതിനു മുമ്പ് തന്നെ ഇറങ്ങും. അപ്പോൾ 5 വയസ്സ് വരെ എന്തായാലും മാതാപിതാക്കളുടെ കൃത്യമായ പരിരക്ഷണം. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അവിടെയും അധ്യാപകരുടെ ഒരു കയ്യൊപ്പ് കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഈ അധ്യാപകരും മാതൃകാ അധ്യാപകരാണ്. ആ കയ്യൊപ്പ് അവരിൽ ഉണ്ടാകുമ്പോൾ അവർ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആ വിശുദ്ധി അതിനെ വളർത്തി വികസിപ്പിച്ചു കൊണ്ടുവരും. അങ്ങനെ ആ കുട്ടിയുടെ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർത്തി കൊണ്ടുവരണം. അതാണ് കുടുംബത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ബെക്കർ അടിവരയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനാണ് ബെക്കറിന് നോബൽ പ്രൈസ് കൊടുക്കുന്നത്. അപ്പം ഈ നമ്മുടെ നോബൽ കമ്മിറ്റി ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കുമ്പോൾ അവരെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒരു നല്ല കുടുംബമാണ് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ രൂപീകരണത്തിലേക്ക് കലാശിക്കുന്നത്. അതായത് നല്ല പൗരന്മാർ നല്ല കുടുംബത്തിലാണ് രൂപപ്പെടുന്നത്. നല്ല കുടുംബങ്ങളാണ് നല്ല ദേശങ്ങളുടെ അടിത്തറ. നല്ല ദേശങ്ങളാണ് നല്ല രാജ്യത്തിൻ്റെ അടിത്തറ. നല്ല രാജ്യങ്ങളാണ് ഒരു നല്ല ലോകത്തിൻ്റെ അടിത്തറ. ഈ ഭാവനയിലൂടെയാണ്, ഈ നിഗമനങ്ങളിലൂടെയാണ് നോബൽ കമ്മിറ്റി അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ പക്ഷേ അത് ഈ 1982-ലാണ് ബെക്കറിൻ്റെ പുസ്തകം എഴുതിയത്. അദ്ദേഹം അമേരിക്കൻ ആണ്. അപ്പോൾ അമേരിക്കയിൽ അന്ന് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൈ റോക്കറ്റിംഗ് ഡൈവോഴ്സ് റേറ്റ്സ് ആയിരുന്നു അന്നത്തെ പ്രത്യേകത. അങ്ങനെ ധാരാളം പേര് വിവാഹത്തിൽ നിന്ന് ഡൈവോഴ്സ് ചെയ്തു പോവുക. അപ്പോഴൊക്കെ ആരാണ് ഒറ്റപ്പെട്ടു പോകുന്നതെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വലിയ സ്നേഹ സൗഭാഗ്യങ്ങളോടെ കഴിയുന്ന സമയത്ത് ഉൽപ്പാദിക്കപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളാണ് അച്ഛനും വേണ്ട അമ്മയും വേണ്ട എന്ന രീതിയിൽ രണ്ടുപേരും പിരിഞ്ഞു പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നത്. അങ്ങനത്തെ കുഞ്ഞുങ്ങളെ കണ്ട് മനസ്സ് മടുത്ത, മനസ്സ് കലങ്ങിയ ഒരു സമൂഹം, ഒരു മുതിർന്ന പൗരന്മാരുടെ സമൂഹം, അവരൊക്കെയാണ് ഇതിൻ്റെ, അതായത് ഇങ്ങനെയുള്ള ഇത് മാറിക്കിട്ടണം, ഈ ഡൈവോഴ്സ് ഇങ്ങനെ ഡൈവോഴ്സ് റേറ്റ്സ് പാടില്ല എന്ന രീതി. പക്ഷേ ഇപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ലിവിങ് ടുഗെദർ, അത് നമുക്ക് വേറൊരു ദിവസം ചർച്ച ചെയ്യാം. പക്ഷേ ലിവിങ് ടുഗെദറും ഇതിനേക്കാൾ വലിയ അപകടമാണ്. ഇപ്പം ലോകം കണ്ടെത്തിയിട്ടുള്ള വേറൊരു മറുമരുന്നാണ് കുടുംബജീവിതത്തിലെ അപസ്വരങ്ങൾക്ക് അന്ത്യം കുറിക്കാനുള്ള വേറൊരു ഓപ്ഷനായിട്ട് ഇപ്പോൾ വികസിച്ച് വരുന്നതാണ് ലിവിങ് ടുഗെദർ. ഈ ലിവിങ് ടുഗെദറിൻ്റെ അവസാനം എന്തായിരിക്കും? കുട്ടികൾക്ക് അമ്മ വേറൊരു സുഹൃത്തിൻ്റെ കൂടെ ലിവിങ് ടുഗെദറിന് പോയി, അച്ഛൻ വേറൊരു സുഹൃത്തിൻ്റെ കൂടെ പോയി. കുട്ടികൾ എവിടെ? കുട്ടികൾ ഒറ്റപ്പെടുന്നു. ഈ കുട്ടികൾക്ക് ആരുണ്ട്? അപ്പം നമ്മൾ ഓർക്കണം, ബഹുമാനപ്പെട്ട കോടതിയും ഓർക്കണം, കുട്ടികൾക്കും അവകാശങ്ങളുണ്ട്. അവരുടെ അവകാശങ്ങൾ പറഞ്ഞ് കരയാനോ അല്ലെങ്കിൽ കോടതിയിൽ പോകാനോ അവർ പര്യാപ്തരാകുന്നതിന് മുൻപ്
അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് ഈ സമൂഹമാണ്. ആദ്യം അവരെ പ്രസവിച്ച, അവരെ ഉൽപ്പാദിപ്പിച്ച മാതാപിതാക്കൾ, രണ്ടാമത് ഈ സമൂഹം, ഈ സമൂഹത്തോടൊപ്പം കോടതിയും. അപ്പം അങ്ങനെ ഈ ലിവിങ് ടുഗെദർ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലായാലും എന്തൊക്കെ വികസനത്തിൻ്റെ പേരിലായാലും പുച്ഛിച്ച് തള്ളുകയും അത്തരക്കാരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യണം. അവർക്ക് സമൂഹത്തിൽ സ്ഥാനം കൊടുക്കരുത്. കാരണം അവരപ്പോഴൊക്കെ കളയുന്നത്, അല്ലെങ്കിൽ അവർ എഴുതി ഒപ്പിടണം ലിവിങ് ടുഗെദറിന് പോകുമ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന്, രജിസ്റ്ററിൽ ഒപ്പിടണം ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. കുട്ടികൾ ഉണ്ടാകുന്നു എങ്കിൽ ആ കുട്ടികളുടെ ഉത്തരവാദിത്തം കളഞ്ഞു പോകുന്ന ഈ ലിവിങ് ടുഗെദർമാരെ അപ്പോൾ തന്നെ സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം, അതിന് അനുവദിക്കരുത്. അത്തരം കർശന നിലപാടുകൾ എടുത്താൽ മാത്രമേ നമ്മുടെ സമൂഹം നന്നാവൂ. ഇപ്പോൾ വീണ്ടും ഞാൻ അരുങ്കൊലയിലേക്ക് വരികയാണ്. അരുങ്കൊലയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. ആ ഫാക്ടേഴ്സിലേക്ക് എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ ബക്കർ പറഞ്ഞതുപോലുള്ള ഒരു കുടുംബ വ്യവസ്ഥ ആ കുടുംബത്തിനും ഉണ്ടെന്ന് ഓർക്കണം. അമ്മ ഇവിടെ മക്കളെയുമായിട്ട് ജീവിക്കുന്നു, അച്ഛൻ പ്രവാസത്തിലാണ്. അപ്പോൾ അച്ഛൻ പ്രവാസത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ എന്ത് സാമ്പത്തിക, ഏത് കുടുംബമാണ്, നമുക്ക് ഒരു കർഷക കുടുംബം എടുക്കാം. ഇപ്പോൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന എന്താ പറയുക, നാഷണൽ സർവേസ് ഒക്കെ നോക്കുക. ആ നാഷണൽ സർവേസിലൊക്കെ കടം സർവേ, നബാർഡിൻ്റെ ഒരു പഠനം വന്നിട്ടുണ്ട്. ആ പഠനം എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ മൊത്തം അതെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഗ്രാമങ്ങളിലെ കടബാധ്യത വളരെ കൂടുതലായിട്ട് വർദ്ധിച്ചിരിക്കുക. അങ്ങനെ വർദ്ധിച്ചിരിക്കുന്ന കടബാധ്യതയുള്ള കേരളത്തിൽ ആരാണ് കടബാധ്യത ഇല്ലാത്തവരായിട്ടുള്ളത്? ഇപ്പം നമ്മുടെ ഈ കുരുതികൾ നടത്തിയ അഫാന്റെ കാര്യം എടുക്കുക. ഈ അഫാന്റെ കുടുംബത്തിന് മാത്രമേ ഇവിടെ കടമുള്ളൂ. ഇവിടെ കടമില്ലാത്ത എത്ര കുടുംബങ്ങളുണ്ട് എന്ന് പറയുകയായിരിക്കും കടം ഉള്ളവരുടെ പേര് പറയുന്നതിനേക്കാൾ എളുപ്പം. അതാണ് നബാർഡിന്റെ പഠനം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഒട്ടുമിക്ക ഗ്രാമീണ കുടുംബങ്ങളിലും കടബാധ്യത കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരു നാട്ടില് അഫാൻ മാത്രം ഈ 5 പേരെ കുരുതി കൊടുക്കുക, 6ാമത്തെ ഒരാളും കൂടി മരിച്ചേക്കാം, അല്ലെങ്കിൽ മരിച്ചില്ലെന്നിരിക്കട്ടെ, മരണാസന്നയാക്കി സ്വന്തം മാതാവിനെ തന്നെ. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിൽ മാതാപിതാക്കൾ തന്നെ, ഈ കുട്ടികളുടെ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ തന്നെ പരാജയപ്പെട്ടു. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എന്താ പറയുക, വഴുതി മാറാൻ വേണ്ടി കൊലപാതകം നടത്തുകയോ ഒളിച്ചോടുകയോ ഒന്നും അല്ല വേണ്ടത്. അതിന് ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കണം. ആ അഭിമുഖീകരിക്കേണ്ട മാനസിക ശക്തി അത് കുട്ടിക്കാലം മുതലേ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. ഏത് പരിതസ്ഥിതിയെയും ധീരമായി തരണം ചെയ്യുവാനായിട്ട്, ഫേസ് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം, അത് മാനസികമായും ശാരീരികമായും പടുത്തുയർത്തേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. അതാണ് ബക്കർ. ആ ബക്കറിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ കിട്ടും. ഇതൊക്കെ ഒരു നല്ല കുടുംബത്തിൽ, ഒരു അസ്ഥിവാരമുള്ള കുടുംബത്തിൽ ഇതൊക്കെ നമുക്ക് ദർശിക്കാൻ കഴിയും. അനുദിന ജീവിതത്തിൽ മക്കളെ വളർത്തുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ മക്കളുമായിട്ട് ചർച്ച ചെയ്ത് ഒരു മേശയ്ക്കിരുന്ന് ആഹാരം, അതൊക്കെ ഇപ്പോൾ അന്യമായ കാര്യമാണ്. ഒരു മേശയ്ക്കിരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുക, അതല്ലെങ്കിൽ അതിന് ശേഷം സംസാരിക്കുക. അങ്ങനെയൊക്കെ ഒത്തുചേരുന്ന സമയങ്ങളിൽ കോമൺ ആയിട്ട് പറയേണ്ട പല കാര്യങ്ങളും കാണും. അങ്ങനെ ഒത്തുചേർന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പരിഹാര മാർഗങ്ങൾ ഓരോരുത്തരും ഇട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല പരിഹാരത്തിലെത്തുക, ഇതൊക്കെ സാധാരണ കുടുംബങ്ങൾ ചെയ്യേണ്ടതാണ്. അതൊക്കെ കേരളത്തിൽ അന്യം വന്നു പോയിരിക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ കുടുംബത്തിൽ തന്നെ ഇയാളുടെ വാപ്പ ഗൾഫിലാണ്, അവിടെ അദ്ദേഹം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇവൻ ഇവിടെ ഇഷ്ടം പോലെ ചെലവഴിച്ച് സുഖമായിട്ടൊക്കെ നടന്നു കാണും. പിന്നെയുള്ള ആ പശ്ചാത്തലം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു കാമുകി ഉണ്ടായിരിക്കുക, ആ കാമുകിയെ വിവാഹം കഴിക്കാൻ വീട്ടുകാരെ എതിർക്കുന്നു എന്ന് പറഞ്ഞു. വീട്ടുകാരാണോ കാമുകിയുടെ വീട്ടുകാരാണോ? എനിക്ക് തോന്നുന്നു കാമുകിയുടെ വീട്ടിൽ തന്നെ അതിന് എതിർപ്പുണ്ടായി കാണും. കാമുകിക്ക് തന്നെ ഒരുപക്ഷെ കാമുകി ആയിരിക്കത്തില്ല, ആ കുട്ടിക്ക് തന്നെ എതിർപ്പ് കാണും. കാരണം ഇവൻ്റെ ക്വാളിഫിക്കേഷനും അവൾ നല്ല മിടുക്കിയായിട്ട് പഠിക്കുന്നു, MSc പഠിക്കുന്നു. അതേസമയത്ത് ഇവൻ ഡിഗ്രി ലെവലിൽ തന്നെ നിർത്തലാക്കി. സാധാരണ രീതിയിൽ ഏതൊരു പെൺകുട്ടിയും വിവേകമുള്ള പെൺകുട്ടിയാണ് എങ്കിൽ, സ്വന്തം ഭാവിയെപ്പറ്റി ചിന്തയുള്ള പെൺകുട്ടിയാണെങ്കിൽ ഒരു ഡിഗ്രി പോലും എടുക്കാതെ പഠിത്തം അവസാനിപ്പിച്ച് നടക്കുന്ന ഒരുത്തനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവേകശാലിയായ ഒരു പെൺകുട്ടിയെ സമ്മതിക്കത്തില്ല. നമുക്കറിയാമല്ലോ, കേരളത്തിലെ പല ജില്ലകളിലും ആൺകുട്ടിക്ക് പെണ്ണിനെ കിട്ടാത്ത നാടാണ് കേരളം. കാരണം പെൺകുട്ടികളുടെ പെർഫോമൻസ് ആണ് വളരെ മെച്ചപ്പെട്ടത് ആൺകുട്ടികളുടേതിനേക്കാൾ. ഇതൊന്നും ഒളിച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല.
അപ്പോൾ എന്താണ് വേണ്ടത്? നമ്മുടെ ആൺകുട്ടികളെ നമ്മൾ പെൺകുട്ടികളെ പോലെ തന്നെ മിടുക്കരാക്കാൻ വേണ്ടി, അതായത് അവർക്ക് പെൺകുട്ടികൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങൾ, അതുപോലെ മൂലധന നിക്ഷേപം ഒക്കെ കിട്ടുന്നത് ആൺകുട്ടികൾക്കാണ്. അപ്പോൾ അവരാണ് അവർ വളരെ നന്നായി പെർഫോം ചെയ്യണം അവരുടെ ജീവിതത്തിൽ. അങ്ങനെ നന്നായി പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വളർത്തു ദോഷം എന്ന് പറഞ്ഞേ പറ്റൂ. കുട്ടിക്കാലം മുതലേ നിയന്ത്രണങ്ങൾ കൊണ്ടല്ല, നല്ല കാര്യങ്ങൾ മാതാപിതാക്കൾ നല്ലത് കാണിച്ചു കൊടുത്ത് അത് അനുകരിക്കാനാണ് മക്കളെ ശീലിപ്പിക്കേണ്ടത്. അങ്ങനെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നാൽ ഇപ്പോൾ നാം ഈ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇപ്പോഴത്തെ കുടുംബങ്ങൾ ഒന്നേന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. അതായത് അവർ പഴയ ആ നല്ല കുടുംബങ്ങൾ, ആ പാരമ്പര്യം കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാരമ്പര്യം മുറുകെ പിടിച്ച് മുന്നേറത്തക്ക രീതിയിൽ മക്കൾക്ക് മാതൃകയാകുന്ന മാതാപിതാക്കൾ, അതുപോലെ തന്നെ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഓരോ തട്ടിലും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന മാതാപിതാക്കൾ, അതാണ് ആവശ്യം. അവർ സ്കൂളിലായാലും അവർ വീട്ടിലായാലും അവരുടെ കമ്പനിയാർ, അവരെങ്ങനെ നടക്കുന്നു, ഇത്തരം കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് ശ്രദ്ധ വേണം. ആ ശ്രദ്ധ അവരുടെ പുറകെ നടക്കണമെന്നല്ല. ബുദ്ധിയുള്ള മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഒരുപാട് പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അവരുടെ സംസാരത്തിൽ നിന്ന്, അവരുടെ രീതികളിൽ നിന്ന് ഒക്കെ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി കുട്ടികൾക്ക് വെളിച്ചം പകരുന്ന മാതാപിതാക്കളായാൽ, കുട്ടികൾക്ക് വെളിച്ചം പകരുന്ന അധ്യാപകരായാൽ, അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് എങ്കിൽ ഈ ഗുണ്ടാരാജിനെ നമുക്ക് തന്നെ ഗുഡ് ബൈ പറഞ്ഞ് മാറ്റി നിർത്താം. അല്ലെങ്കിൽ ഈ ഗുണ്ടാരാജ് നമ്മുടെ നാടിനെ വിഴുങ്ങും. നമ്മൾ വെറും പുഴുക്കളായി ഇവിടെ പിടഞ്ഞു മരിക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നാം ഇപ്പോൾ തന്നെ വേണ്ട മുൻകരുതലുകൾ എടുക്കുക.